കീച്ചേരിക്കടവ് പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപകടമുണ്ടായിട്ട് 8 മാസം കഴിഞ്ഞിട്ടും ആറ്റിൽ വീണ ഗർഡർ നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവർ തയ്യാറാക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ജനകീയ സമരം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭം ആരംഭിക്കാനിരിക്കുകയാണ് ഇവിടെ. കീച്ചേരിക്കടവ് പാലത്തിന്റെ ഗർഡർ തകർന്നു വീണ് അപകടമുണ്ടായിട്ട് 8 മാസം കഴിഞ്ഞു. എന്നാൽ പാലത്തിന്റെ ഗർഡർ തകർന്നു വീണ സമയത്ത് തന്നെ അത് ആറ്റിൽ നിന്നും എത്രയും വേഗം നീക്കം ചെയ്യാമെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും അത് നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. 21 പണി തുടങ്ങി 24 അവസാനിക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെയും അതിനൊരു ക്രമീകരണം വരുത്തിയിട്ടില്ല. വീണ ഗേഡർ ഇതുവരെ അത് പൂർവ്വസ്ഥാനത്ത് എത്തിക്കുവാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് കാരണം ഇപ്പോൾ ഈ ആറ്റിലെ വെള്ളം താഴ്ന്നു കിടക്കുന്ന സമയമാണ്. അതുകൊണ്ട് വേസ്റ്റ് എല്ലാം വന്ന് ഒത്തിരി അടിഞ്ഞു കിടക്കുകയാണ്. സമീപവാസികളായ ഞങ്ങൾക്ക് അതിൻ്റെ ദുർഗന്ധം കൊണ്ട് ഇവിടെ പാർക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കുകയാണ്. ഗർഡർ ആറ്റിൽ കിടക്കുന്നത് മൂലം പോളകളും മാലിന്യങ്ങളും കെട്ടിക്കിടന്ന് നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. മാലിന്യം അടിഞ്ഞുകൂടുന്നത് പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതുവരെ ഇത് കേട് തകർന്നു വീണിട്ട് അത് ഈ ആറ്റിൽ നിന്ന് ഈ അച്ചൻകോലാറിൻ്റെ മെയിൻ ആറാണ്. ഇതിൽ നിന്ന് ഇതുവരെ ഇത് നീക്കം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 8 മാസമായി ഇനിയും അടുത്ത് വരുമ്പോഴത്തേക്ക് ഇപ്പം വെള്ളം താഴ്ന്നു നിൽക്കുകയാണ്. അടുത്ത് വരുമ്പോഴത്തേക്ക് വെള്ളപ്പൊക്കം വരുമ്പോഴും വീണ്ടും ഈ മാലിന്യങ്ങൾ മൊത്തം വന്ന് അടിഞ്ഞ് ഇത് വീണ്ടും ബലക്ഷയം സംഭവിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ പോകുന്നത്. വേനൽക്കാലമായതിനാൽ ആറ്റിൽ വെള്ളം കുറയുന്ന സമയമാണ് ഇപ്പോൾ. ഈ സമയം ഗർഡർ നീക്കം ചെയ്യാൻ എളുപ്പമാണ്. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ പ്രദേശവാസികൾ ഈ വിഷയം പല പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. 2023 തുടങ്ങിയ പാലത്തിന്റെ നിർമ്മാണം നീണ്ടുപോകുന്നത് മൂലമാണ് റോഡ് പണി പൂർത്തിയാക്കാതെ കിടക്കുന്നത്. നാട്ടുകാരെയും യാത്രക്കാരെയും ഇത് ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു. നിരവധി തവണ അധികൃതരെ ഇത് ബോധ്യപ്പെടുത്തിയിട്ടും ഇതിന് യാതൊരുവിധ തീരുമാനവും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, പാലം പണി താമസിക്കുന്നത് കാരണം നമ്മുടെ റോഡ്, അതായത് കരിപ്പുഴേന്ന് കടവക്കുളങ്ങര വരെ ഉള്ള റോഡാണിത്. അല്ലെങ്കിൽ കടവക്കുളങ്ങരയിൽ നിന്ന് കരിപ്പുഴ വരെ എത്താൻ പറ്റുന്ന ഒരു സുന്ദരമായ ഒരു റോഡ്. ആ റോഡ് തകർന്നു കിടന്നിട്ട് വർഷങ്ങളായി. 2018 പ്രളയത്തോടു കൂടി തകർന്നതാണ്. ഫിഷറീസിൻ്റെ മന്ത്രിയായാലും ഒക്കെ തന്നെ വന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. വാസികൾക്ക് സഞ്ചാരയോഗ്യമാക്കത്തക്ക രീതിയിലുള്ള റോഡിൻ്റെ പണി എത്രയും വേഗം തുടങ്ങണമെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പാലം പണിക്ക് സ്ഥലം വിട്ടു നൽകിയവർക്ക് നാളിതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്ന് ഭൂവുടമകളും പറയുന്നു. ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വലിയ ജനകീയ സമരം ഉൾപ്പെടെയുള്ള പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സോമവല്ലി സാഗർ, ജയകുമാർ, റാബി, കടവിൽ മാത്തുക്കുട്ടി, സാമുവൽ എന്നിവർ പറയുന്നത്. CDNet ന്യൂസ്, കായംകുളം.